Hello my dear Makale, let's step into the exciting world of English. Makale, hello, I am a wheelchair എന്ന് പറയുന്ന വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചു അല്ലേ? ആ കവിത ബേസ് ചെയ്തുകൊണ്ട് ആ പോയം ബേസ് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ പേജ് നമ്പർ 78 ആക്ടിവിറ്റി 2 ആയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണാം. ഈ പോയം എന്ത് ബേസ് ചെയ്തിട്ടാ? ഒരു വീൽ ചെയർ അതിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മളോട് ഒരു കാര്യം പറയുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു 3 ക്വസ്റ്റ്യൻസ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനും ഉത്തരം നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോവാണ്. അപ്പം മക്കൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു സീ ഇൻ പിക്ചർ ബി ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻ പിക്ചർ എ? പിക്ചർ എയിലില്ലാത്ത എന്താണ് പിക്ചർ ബിയിൽ നമ്മൾ കാണുന്നത് എന്ന ആദ്യത്തെ ചോദ്യം. ആ ചിത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന്. നോക്കിയേ, ഇവിടെ സ്റ്റെപ്പ് കാണാം നിങ്ങൾക്ക്. ഇവിടെ വീൽ ചെയറിലുള്ള ഒരു കുട്ടീനെയും കാണാം, മുഖത്ത് സങ്കടമാണുള്ളത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ സ്കൂളിൽ എന്താ ഉള്ളത്? ഒരു റാമ്പാണ് ഉള്ളത്, സ്റ്റെപ്പല്ല. ഇവിടെയുള്ള വീൽ ചെയറിലുള്ള കുട്ടിക്ക് എന്താ? വളരെ സന്തോഷമുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവർക്ക് സൗകര്യമുള്ള കാര്യം വരുന്ന സമയത്ത്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യം വരുമ്പോൾ അവരുടെ മൊത്തം സന്തോഷം വരുന്നുണ്ട്. സോ അതിനുള്ള ഉത്തരം തന്നെ എന്തൊക്കെയാണ്? വാട്ട് ഡു യു സീ ഇൻ പിക്ചർ ബി ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻ പിക്ചർ എ? ഇതാ എത്രയേ ഉള്ളൂ മക്കളെ. ഇൻ പിക്ചർ ബിയിൽ റാം ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റെപ്സ്. സ്റ്റെപ്പിന് പകരം അവിടെ ഒരു റാമ്പ് കണ്ടോ? ഈ ഒരു സംഭവം, ഇതിനെ റാമ്പ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, ഓഫീസുകളിൽ കണ്ടിട്ടുണ്ടാവും, ഷോപ്പിംഗ് മോളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ് ഈ റാമ്പുകൾ. അതാണ് നമുക്ക് പിക്ചർ ബിയിൽ കാണാൻ സാധിക്കുന്നത് ഇൻ പിക്ചർ എക്കാൾ വ്യത്യസ്തമായിട്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ ചോദ്യം ഇതാ, പിടിച്ചോ. ഹൗ ഇസ് എ റാമ്പ് ഹെൽപ്ഫുൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺ? ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാൾക്ക് റാമ്പ് എങ്ങനെയാണ് സൗകര്യപ്രദമാകുന്നത് എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരവും നമ്മൾ കണ്ടുപിടിച്ചു. നോക്കിക്കേ, എ റാമ്പ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺ. ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാൾക്ക് റാമ്പ് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി സംവൺ യൂസിങ് വീൽ ചെയർ, പ്രത്യേകിച്ച് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും. ഇറ്റ് ഗിവ്സ് എ സ്മൂത്ത്, അത് സ്മൂത്ത് ആയിട്ടുള്ള, ദുർഘടമൊന്നുമില്ലാത്ത സ്ലോപ്പിംഗ് സർഫേസ് നൽകുന്നു. ദാറ്റ് ഹെൽപ്സ് ദം മൂവ് അപ്പ് ഓർ ഡൗൺ ഈസിലി ഓൺ ദെയർ ഓൺ. അവർക്ക് തന്നെ സ്വയമായിട്ട് മുകളിലോട്ട് കയറാനും താഴോട്ട് ഇറങ്ങാനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു ഒരു റാമ്പ് ഉണ്ടെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ ബാക്കി. വിത്തൗട്ട് എ റാമ്പ്, ഒരു റാമ്പ് ഇല്ലെങ്കിൽ ദ സ്റ്റെപ്സ് വുഡ് ബി എ ബിഗ് ഒബ്സ്റ്റക്കിൾ. സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു ബിഗ് ഒബ്സ്റ്റക്കിൾ, ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കും. ആൻഡ് സ്റ്റോപ്പ് ദം ഫ്രം എൻറ്ററിങ് ദ ബിൽഡിംഗ്. ബിൽഡിംഗ് കയറുന്നതിൽ നിന്നും അവരെ എന്ത് ചെയ്യുന്നു? തടസ്സം നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു സ്റ്റോപ്പ് വരുത്തുന്നത് സ്റ്റെപ്പുകളാണ്. അപ്പോൾ റാമ്പുകൾ ഉണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കോ കുട്ടികൾക്കോ എല്ലാം തന്നെ ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. ഓക്കെ, ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ? നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ്. ക്യാൻ യു സജസ്റ്റ് 3 ways, 3 വഴികൾ ടു മേക്ക് യുവർ സ്കൂൾ മോർ കംഫർട്ടബിൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരാൻ പറയുന്ന മാറ്റങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 3 എണ്ണം എഴുതാൻ പറഞ്ഞാൽ മതി, എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ സ്കൂളിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വീൽ ചെയറിലൊക്കെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നമുക്ക് ആ സൗകര്യം ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നോക്കിക്കോ. ബിൽഡ് റാംപ്സ്, ഒന്നാമത്തെ കാര്യം റാമ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഹാൻഡ് റെയിൽസ്, പിടിച്ചു നടക്കാനുള്ള പിടികൾ നൽകുക. സോ ദാറ്റ് സ്റ്റുഡൻസ് യൂസിങ് വീൽ ചെയർ ക്യാൻ മൂവ് അറൗണ്ട് ഈസിലി. അങ്ങനെയാണെങ്കിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ പോയി വരാൻ സാധിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം ബിൽഡ് റാംപ്സ് ആൻഡ് ഹാൻഡ് റെയിൽസ്. എളുപ്പമായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവൈഡ് സ്പെഷ്യൽ സീറ്റിംഗ് ആൻഡ് ദാറ്റ് ഗിവ് ഇനഫ് സ്പേസ് ആൻഡ് കംഫർട്ട് ഫോർ ഓൾ സ്റ്റുഡൻസ്. അവർക്കായിട്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് സ്പെഷ്യൽ സീറ്റ്, അവർക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സീറ്റുകൾ ഒരുക്കുക. അല്ലാതെ അവർക്ക് ബെഞ്ചൊന്നും കൊടുക്കരുത്. ചിലപ്പോൾ അവർക്ക് വന്ന് മാറിയിരിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. സോ ബെഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇനഫ് സ്പേസ് കിട്ടും, ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടും. ആൻഡ് കംഫർട്ട് ഫോർ ഓൾ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികൾക്കും അതായിരിക്കും സൗകര്യം. അടുത്ത അവസാനത്തെ കാര്യം കൂടെ നമ്മൾ എഴുതണം. അറേഞ്ച് വിഷ്വൽ ആൻഡ് സൗണ്ട് എയ്ഡ്സ്. നമ്മൾ എന്ത് ചെയ്യുക? വിഷ്വൽ ആയിട്ടുള്ള, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അതും
സൗണ്ട്, കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള എയ്ഡുകൾ, അതിനായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ബ്രെയിലി ബുക്സ്. കണ്ണ് കാണാത്ത ആളുകൾക്ക് പുസ്തകം വായിക്കണമെങ്കിൽ ബ്രെയിലി ലിപികളിലുള്ളത് വായിക്കാൻ പറ്റും. അതിങ്ങനെ തൊട്ട് നോക്കി അവർക്ക് മനസ്സിലാവും ഏതാ അക്ഷരങ്ങൾ എന്നുള്ളത്. സോ ബ്രെയിലി ബുക്കുകൾ നൽകുക. സൈൻ ലാംഗ്വേജ് സപ്പോർട്ട്. സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവർക്ക് കൈകൊണ്ട് സംസാരിക്കാം, അവരുടെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന സൗകര്യമുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുക. ഓർ ഓഡിയോ ലെസൺസ്. കേൾവി വഴി നിങ്ങൾ എന്ത് ചെയ്യുക, കാഴ്ച ശക്തി ഇല്ലാത്ത ആളുകൾക്ക് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് ഡിഫറെൻറ്റ് നീഡ്സ് ലേൺ ബെറ്റർ. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഇതെല്ലാം സൗകര്യപ്രദമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതേ ചാപ്റ്റർ നിങ്ങൾക്ക് ഓൾറെഡി ലൈവിൽ വന്നിട്ടുണ്ട്. ആ മിസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ലൈവ് ഒന്നുകൂടെ ഇരുന്ന് കാണുക, മനസ്സിലാക്കുക. അപ്പം മക്കളെ, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. മക്കൾ അതിനെല്ലാം വേണ്ടി കാത്തിരിക്കുക. തൽക്കാലം നമുക്കിടയിൽ ഒരു വിരാമം. ബൈ.